നസീമിലെ 1808 ബിൽഡിങ്ങിൽ റൂമിലെ സൗകര്യങ്ങളൊന്ന് പോയി നോക്കാം കേട്ടോ. 1 മുതൽ 306 വരെയുള്ള ആ ഒരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റൂമിൻ്റെ സൗകര്യങ്ങൾ വരുന്നത്. 1808 ഇങ്ങനെ ഡോറിന് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടാകും ബിൽഡിംഗ് നമ്പർ 1808, റൂം നമ്പർ 307, റൂം കപ്പാസിറ്റി 7 പേർക്ക് ഈ റൂമിൽ താമസിക്കാം. അപ്പോൾ സൗകര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് 7 പേർക്കുള്ള ബെഡ് ഉണ്ട്, ഓക്കെ. ഒരു കാർപ്പറ്റ് ഉണ്ട്, പിന്നെ ഇതൊരു വിൻഡോ ആണ്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലമാര വരുന്നുണ്ട്. ഒരു റൂമിൽ ഒരു അലമാരയാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ അലമാര കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിലേക്ക് ഒരു AC ഉണ്ട്. ഈ ഒരു റൂമിലേക്ക് ഒരു AC ധാരാളമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു TV സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു കോറിഡോർ ഈ ഒരു ഫ്ലോറിലുണ്ട്. ഈ കോറിഡോറിൽ ഇവിടെ വാഷിംഗ് മെഷീൻ സെപ്പറേറ്റ്, എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണെന്ന് തോന്നുന്നു. ഇവിടെ ജസ്റ്റ് സിങ്ക് വെച്ചിട്ടുണ്ട്, ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കൂളർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കോറിഡോറിൽ നടന്നിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് അത്രയും കാറ്റഗറിയുള്ള ആളുകളായിരിക്കും താമസിക്കുന്നത്. 312 റൂം നമ്പർ 312, 4 ആളുകളുടെ കപ്പാസിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 4 ബെഡുണ്ട്. വാഷ്റൂം, ഈ വാഷ്റൂമിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ക്ലോസറ്റ് ഉപയോഗിച്ചിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ എണീക്കുന്നതിനും ഈ ഒരു സപ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് ഈ ഒരു ബാത്റൂമിൽ അങ്ങനെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ബെഡിൻ്റെ സൈഡുകളിൽ ഈ ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. ഇവിടെയും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി പല ബിൽഡിങ്ങിലും പല സൗകര്യങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് ഈ ഒരു വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോൾ ഇതിനേക്കാളും സൗകര്യങ്ങളുള്ളതായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞതായിരിക്കും. ചില ദുആ ചെയ്യാൻ നല്ല സൗകര്യങ്ങളുള്ള നല്ല സൗകര്യത്തോടു കൂടി നിൽക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട്. നമുക്ക് ഗസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ വന്നിരിക്കാൻ പറ്റും അവരുടെ കൂടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെച്ചാൽ പള്ളിയാണ്. എല്ലാ ബിൽഡിങ്ങിനും താഴെ ഇതേപോലത്തെ ഒരു സ്പേസ് ഉണ്ടാവും. നിങ്ങളൊക്കെ ഈ ഏരിയയിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ്സുകളുണ്ടാവും. നിങ്ങൾ 16,000-ഓളം ഹാജിമാരാണ് മലയാളികൾ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എത്രത്തോളം ഹാജിമാരാണ് കേരളത്തിൽ നിന്ന് വരുന്നതെങ്കിൽ അവർക്കൊക്കെ കോൺസുലേറ്റിൻ്റെ സ്പെഷ്യൽ ഹെൽത്ത് ക്ലാസ്സുകളും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹാളിലായിരിക്കും അവർ അറേഞ്ച് ചെയ്യുക. ആരോഗ്യത്തെ പറ്റിയുള്ളൊരു ബോധവൽക്കരണ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അതിന് ശേഷമാണ് നിങ്ങളൊക്കെ എല്ലാവരും ഹജ്ജിന് പോകുക. അപ്പം നിങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്.